വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, തിരുവചനത്തിൻ്റെ മുൻപിൽ നമ്മൾ വീണ്ടും ധ്യാനിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബം പണിത് ഉത്തമ കുടുംബ ജീവിതം നയിച്ച് അങ്ങനെ ദൈവം നമ്മിലൂടെ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണം നമ്മളിലൂടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, യേശുവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന 10,000ങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ കൃപയൊഴുകട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്തവർ ഇതിനകത്തുണ്ട്. അവരുടെ ജീവിതത്തിൽ നീ അത്ഭുത പ്രവർത്തികൾ ചെയ്യണമേ. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ കൃപ കൊടുക്കണമേ. വചന അനുസരിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. വിശ്വാസം കൊണ്ട് ഇവരെ നിറയട്ടെ. മക്കളെ വിശ്വാസത്തിൽ വളർത്താനുള്ള കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. മനസ്സിൻ്റെ അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ. ബുദ്ധിയിലെ ബുദ്ധിപരമായ ചിന്തകൾ മാറട്ടെ. വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഇവർ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഇവരെ ഓരോരുത്തരെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ തോമാശ്ലീഹായെ കൃത്യമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം വിശ്വാസം മക്കളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ ദൗത്യം നിങ്ങൾ ധ്യാന ഗുരുക്കന്മാരെ ഏൽപ്പിക്കരുത്. വേദപാഠം അധ്യാപകരെ ഏൽപ്പിക്കരുത്. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അതിലൊരു ചെറിയ പങ്ക് മാത്രമേ ധ്യാനഗുരുക്കന്മാർക്കോ മതാധ്യാപകർക്കോ പങ്കുള്ളൂ. നമ്മുടെ മക്കളിലേക്ക് വിശ്വാസം പകരേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. അപ്പം മാതാപിതാക്കളിൽ നിന്നാണ് വിശ്വാസം മക്കൾക്ക് പകർന്ന് കിട്ടേണ്ടത്. ഇതിനാധാരമായി ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ബാബിലോൺ രാജ്യത്ത് യോവാക്കിം എന്ന് പറയുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായിരുന്ന സൂസന്നയെയാണ് യോവാക്കിം വിവാഹം കഴിച്ചത്. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കും, സൂസന്നയുമായി പാപം ചെയ്യുവാൻ ആ നാട്ടിലുള്ള 2 പ്രമാണിമാർ ആഗ്രഹിച്ചു. പ്രമാണിമാർ ഇവളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളോടൊത്ത് നീ സഹിക്കുക, ഞങ്ങളുടെ ഇഷ്ടത്തിന് നീ വഴങ്ങിത്തരിക. ഇവൾ പറഞ്ഞു, ഒരിക്കലും ഞാനത് സമ്മതിക്കുകയില്ല. അവർ വീണ്ടും പറഞ്ഞു, സമ്മർദ്ദം കൊണ്ട് അവരെ നിറച്ചു. അവളെ എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും പാപത്തിന് തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയില്ലെന്ന് സൂസന്ന നിശ്ചയിച്ചു. അങ്ങനെ തൻ്റെ ഹിതം നടക്കാതെ വന്നപ്പോൾ ഈ 2 പ്രമാണിമാർ അവൾക്കെതിരെ തിരിഞ്ഞു. അവളെ കള്ളക്കേസിൽ കുടുക്കി. അവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവൾ മറ്റൊരു പുരുഷനുമായി പാപം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്ന് ആ ദേശത്ത് മുഴുവൻ പരത്തി. 2 പേർ ഒന്നിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൽ അത് തെളിവായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട് ആ നാട്ടിലെ നിയമമനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് അവളെ കൊല്ലാനിട്ട് ഇതാ തീരുമാനിച്ചു. അവളെ കൊലക്കളത്തിലോട്ട് കൊണ്ടുപോകുകയാണ്. നാട്ടിലുള്ള ജനം മുഴുവൻ തെരുവീതിയിൽ ഇവളെ കാണുവാനിട്ട് ഈ തിങ്ങിക്കൂടി. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട അവൾ, ഞാൻ മരിക്കേണ്ടി വന്നാലും എൻ്റെ ശരീരത്തെ പാപത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ ദൈവഭക്തയായി അവൾ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ദാനിയേൽ എന്ന് പറയുന്ന ബാലനായ ദാനിയേലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിനെ ദൈവം തക്ക സമയത്ത് തട്ടി ഉണർത്തി സമൂഹത്തിലോട്ട് എടുത്ത് ചാടിയിട്ട് ചോദിക്കുകയാണ്, ഇവളെ വിസ്തരിക്കാതെയാണോ കൊല്ലാൻ കൊണ്ടുപോകുന്നത്? അതിനു മുമ്പിൽ ആ നേതാക്കന്മാർ പതറിപ്പോയി. എന്നാൽ അവളെ വിസ്തരിക്കാമെന്ന് പറഞ്ഞു. കള്ളസാക്ഷ്യം പറഞ്ഞ് 2 പ്രമാണിമാരെ വിളിച്ചു വരുത്തി. ഒരാളെ ദൂരെ മാറ്റി നിർത്തിയിട്ട് ഒരാളോട് ചോദിച്ചു, അവൾ ആരോടൊപ്പം എവിടെ വെച്ച് എങ്ങനെയാണ് പാപം ചെയ്തത്? ഇയാൾ പറഞ്ഞു, കരുവേല മരത്തിൻ്റെ ചുവട്ടിൽ ഒരുവനുമായിട്ട് ഇവൾ പാപം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞു. എല്ലാവരും കേട്ടല്ലോ. അവനെ മാറ്റി നിർത്തി. മറ്റവരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എവിടെ വെച്ച് എപ്പോൾ എങ്ങനെയാണ് അവൾ പാപം ചെയ്തത്? അയാൾ പറയാണ്, കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവൾ ഒരുത്തനുമായിട്ട് പാപം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത് എന്ന്.
രണ്ടുപേരും രണ്ട് മരത്തിൻ്റെ ചുവട പറഞ്ഞത്. ഒരാൾ കരുവേല മരം, ഒരാൾ കരയാമ്പൂ മരം. അപ്പം നാട്ടുകാർക്കെല്ലാം മനസ്സിലായി ഇവർ പറയുന്നത് കള്ളമാണ് എന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ അവളെ കുറ്റത്തിൽ നിന്ന് വിമുക്തമാക്കി, തെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഫ്രീ ആയിട്ട് വിട്ടു. കള്ളക്കേസിൽ കുടുക്കിയ ഈ പ്രമാണിമാരെ ഇതാ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രതികൂലമുണ്ടായപ്പോൾ ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് അന്യ നാട്ടിൽ ചെന്ന്, അന്യ വീട്ടിൽ ചെന്ന് അവിടെ ഒരു പ്രതികൂലമുണ്ടായപ്പോൾ ആ പ്രതികൂലത്തിൻ്റെ മുൻപിൽ, ആ പ്രലോഭനത്തിൻ്റെ മുൻപിൽ, ആ ഭീഷണിയുടെ മുൻപിൽ വഴങ്ങിപ്പോകാതെ, നിന്നുകൊടുക്കാതെ അവൾ വിശുദ്ധിക്ക് വേണ്ടി മരണത്തെ പോലും ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായ ഈ വിശ്വാസം ഈ സൂസന്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എവിടുന്നാ കിട്ടിയത്? ആരിൽ നിന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? ആരാണ് അവൾക്ക് ഈ പരിശീലനം കൊടുത്തത്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളത് വായിക്കുമ്പോൾ തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. സൂസന്നയുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. ചെറുപ്പം മുതലേ മോശയുടെ നിയമമനുസരിച്ച് തൻ്റെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു പോന്നിരുന്നു എന്ന്. ഹല്ലേലൂയ. അതിപ്രധാനമായൊരു തിരുവചനമാണ് ഈ 3-ാം തിരുവചനം. ഈ പെൺകുട്ടിയുടെ ഇവളെ വിശുദ്ധിക്ക് വേണ്ടി കൊണ്ടതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കേണ്ടത് ഈ മാതാപിതാക്കൾക്കാണ്. എന്താ കാരണം? ചെറുപ്പം മുതലേ മോശയുടെ നിയമമനുസരിച്ച്, മോശയിലൂടെ ദൈവം കൊടുത്ത നിയമപുസ്തകങ്ങൾ, ചുരുൾ പുസ്തകങ്ങൾ എടുത്തു വെച്ച് തങ്ങളുടെ മകളെ ഈ അപ്പനും അമ്മയും എല്ലാ ദിവസവും തിരുവചനം എടുത്തു വെച്ച്, മോളെ, മോശയിലൂടെ ദൈവം പറഞ്ഞതാണ്, വ്യഭിചാരം ചെയ്യരുത്, അശുദ്ധിക്ക് വേണ്ടി നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം, ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു, ഇതിനാൽ നിന്റെ ശരീരത്തിൽ ദൈവത്തെ നീ പവിത്രമായിട്ട് സൂക്ഷിക്കണം, നിന്റെ ശരീരത്തിൽ ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം എന്നെല്ലാം തിരുവചനം എടുത്തു വെച്ച് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ മകളെ എല്ലാ ദിവസവും ഈ അപ്പനും അമ്മയും പഠിപ്പിച്ച് പോന്നതുകൊണ്ട് അത് അവളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം, ഈ മാതാപിതാക്കൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിലുള്ള വിശ്വാസം ഈ മകളെ ചെറുപ്പത്തിലേ തന്നെ മകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് പ്രായം വളർന്നപ്പോഴും ചെറുപ്പത്തിൽ അപ്പനും അമ്മയിൽ നിന്നും കിട്ടിയ ആ ദൈവപ്രമാണം, ദൈവവിശ്വാസം, പ്രിയമുള്ളവരെ, അത് വിട്ടുപോയില്ല. പ്രതികൂലത്തിൻ്റെ നടുവിൽ ഏത് പെൺകുട്ടിയും തകർന്നു പോകാവുന്നതാ, വഴങ്ങിപ്പോകാവുന്നതാ. അവിടെ ഇതാ നെഞ്ചു വിരിച്ച് വിൽ പവറോടെ അവർക്ക് നിൽക്കാൻ പറ്റിയതിൻ്റെ കാരണം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ വിശ്വാസ പരിശീലനമാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഇത് വേറെ ഒരു കടയിൽ നിന്നും കിട്ടുകയില്ല, ഒരു മാളിൽ പോയാലും കിട്ടുകയില്ല, ഇത് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയില്ല, ഇത് വേദപാഠ ക്ലാസ്സിൽ നിന്ന് കിട്ടുകയില്ല, ഇത് അപ്പനിൽ നിന്ന് കിട്ടണം. നിങ്ങളുടെ രക്തമാണിത്, നിങ്ങളുടെ ശരീരമാണ് ഈ കുഞ്ഞ്, നിങ്ങളിൽ നിന്നുണ്ടായതായി കുട്ടി. ആയതിനാൽ വിശ്വാസവും അപ്പനിൽ നിന്ന് വേണം, അമ്മയിൽ നിന്ന് വേണം കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടാൻ. അബ്രഹാത്തിന്റെ വിശ്വാസം ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് അത് യാക്കോബിലേക്കും, യാക്കോബിൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളിലേക്കും വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ മക്കളിലേക്ക് നമ്മിൽ നിന്ന് വേണം വിശ്വാസം പകരപ്പെടാൻ. നമുക്ക് ദൈവവുമായിട്ട് നല്ല ഒരു ഇൻറ്റിമേറ്റ് അനുഭവം, ഒരു എൻകൗണ്ടർ അനുഭവം, വ്യക്തിപരമായ ഒരു വിശ്വാസം
നമുക്ക് ദൈവമായിട്ടുണ്ടെങ്കിലേ അത് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റൂ, മക്കളിലേക്ക് കൊടുക്കാൻ പറ്റൂ നമുക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, അന്യജാതിക്കാരുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ, പ്രായമാകുമ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, അവിഹിത ബന്ധത്തിലേർപ്പെടുന്നുണ്ടെങ്കിൽ, പള്ളിയിൽ കയറാതെ കൂദാശികളുമായിട്ട് ബന്ധമില്ലാതെ തോന്നിയ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ, കുടുംബ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കുന്നേയില്ലെങ്കിൽ, അവർക്ക് വചനം ബൈബിൾ വായിക്കാറില്ലെങ്കിൽ, ഇതിൻ്റെയൊക്കെ ഒരു പരിധിവരെയും അതിൻ്റെ കാരണം മാതാപിതാക്കൾ തന്നെ. കാരണം നമ്മളിൽ നിന്ന് അവർ അത് കണ്ടുപഠിച്ചിട്ടില്ല. അപ്പൻ ബൈബിൾ വായിക്കുന്നത്, അമ്മ ബൈബിൾ പഠിക്കുന്നത്, കൃത്യസമയത്ത് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് മക്കൾ കണ്ടിട്ടില്ല. പള്ളിയിൽ ഏറ്റവും മുമ്പിൽ പോയി കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ച് ഉറക്കെ ദിവ്യ കുർബാനയിൽ പങ്കെടുക്കുന്നത് മക്കൾ കണ്ടിട്ടില്ല. മക്കൾ കാണാത്തത്, നമ്മളിൽ ഇല്ലാത്തത് എങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ഇതൊന്നും നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതല്ല, ഇത് പാരമ്പര്യമാണ്. പാരമ്പര്യത്തിലൂടെയാണ് പോകുന്നത്. എന്നത് നെഗറ്റീവായിട്ടുള്ളതൊക്കെ പാരമ്പര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പോകുമെങ്കിൽ, ആത്മീയമായിട്ടുള്ളത് നല്ല ഗുണങ്ങളെല്ലാം അങ്ങനെ തന്നെ മക്കളിലേക്ക് പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് അപ്പനും അമ്മയുമാണ്. നിങ്ങൾക്ക് ദൈവത്തിലൊരു വിശ്വാസമില്ലെങ്കിൽ ദൈവം നടത്തും, ദൈവം നയിക്കും. അബ്രഹാത്തെ നോക്കുക, മലമുകളിലോട്ട് ബലിയർപ്പിക്കാനായിട്ട് പോയപ്പോൾ മകൻ ചോദിച്ചു, മകൻ്റെ കയ്യിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിരത്തേണ്ട വിറകെല്ലാം തലയിരിക്കുക. ഈ മകനെ തന്നെ വേണം ഈ അപ്പന് പിടിച്ച് കിടത്തി കൊല്ലാൻ. ഈ മകൻ അറിയുന്നില്ല ഇസഹാക്ക്. പോകുന്ന വഴി മകൻ അപ്പനോട് ചോദിച്ചു, അപ്പാ തീയും വിറകുമുണ്ടല്ലോ, ബലിയർപ്പിക്കേണ്ട കുഞ്ഞാടെന്തിയേ എന്ന്. അപ്പോൾ ബലിയർപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞാട് വേണമെന്ന് ഈ മകൻ അറിയാമായിരുന്നു. എങ്ങനെ അറിയാം? അപ്പൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അപ്പൻ്റെ ബലിയർപ്പണത്തിൽ പലപ്പോഴും മകൻ സന്നിധനാണ്, അവനും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടതെന്നും ബലിയർപ്പണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നും അത് എങ്ങനെയാണ് യാഗമർപ്പിക്കേണ്ടതെന്നും എന്തിനെയാണ് യാഗമർപ്പിക്കേണ്ടതെന്നും എല്ലാം ഒരു ബലിയെക്കുറിച്ച്, ഈ യാഗത്തെക്കുറിച്ച്, യാഗ അർപ്പണത്തെക്കുറിച്ച് ഇസഹാക്കിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് എവിടുന്ന് കിട്ടിയത്? അപ്പനിൽ നിന്ന്. അപ്പോൾ അപ്പൻ്റെ വിശ്വാസം ഈ മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇസഹാക്ക് ചോദിച്ചത്, അപ്പോൾ തീയും വിറകും ഉണ്ടല്ലോ, ബലിയർപ്പിക്കേണ്ട കുഞ്ഞാടെവിടെ എന്ന്. അപ്പോൾ ബലിയെക്കുറിച്ച്, യാഗത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഈ മകൻ ഇത് എവിടുന്ന് കിട്ടി? അപ്പനിൽ നിന്ന് പകർന്നു കിട്ടിയതാ. അവന് വേറെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവൻ കണ്ട് ചെയ്താ വളർന്നു വന്നത്. അതിനു മുൻപിൽ അപ്പൻ എന്താ പറഞ്ഞത്? ദൈവം നൽകും മകനെ, മകനെ ദൈവം കുഞ്ഞാടിനെ നൽകും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സമയത്ത് സംഭവിച്ചില്ലേ? ദൈവം തക്ക സമയത്ത് മുൾച്ചെടിയുടെ ഇടയിൽ ഒരു മുട്ടനാടിനെ ഒരുക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് അപ്പനിൽ നിന്ന് കിട്ടിയത്. ഈ വിശ്വാസവുമായിട്ട് ഇസഹാക്ക് ജീവിക്കുന്നത്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പ്രിയതായ മാതാവേ, പിതാവേ, നിങ്ങൾക്ക് ഈ ഒരു വിശ്വാസമുണ്ടോ പിള്ളേർക്ക് പകർന്നു കൊടുക്കാൻ? ബാങ്കിൽ പണം വേണം, ജോലി വേണം. എടാ, ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ 10 കാശ് വേണം. മനസ്സിലായ? പണിയും പരിപാടിയും ഒന്നും ഇല്ലെങ്കിൽ ചൊറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? വയറ്റിലോട്ട് വേണമെങ്കിൽ അധ്വാനിക്കണം, കാശ് വേണം. കാശേ 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 കാശേ. എന്നാ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എപ്പോൾ ചിന്തിച്ചാലും കാശേ കാശേ കാശേ. കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമില്ലാത്തവന് പിണം. ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊടുത്ത് നമ്മുടെ കുട്ടികളും അതാ കേട്ടുവരുന്നത്. ദൈവമുണ്ടെങ്കിൽ ദൈവം നടത്തും, ദൈവം നയിക്കും, ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ, ആശയങ്ങൾ, വിശ്വാസം കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നില്ല, അപ്പനിൽ നിന്ന് കേൾക്കുന്നില്ല, അമ്മയിൽ നിന്ന് കേൾക്കുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വിശ്വാസമില്ലാത്തവരായി മാറി. 40 വർഷം മുമ്പ്, 50 വർഷം മുമ്പ്
ഉള്ള തലമുറയിലുള്ള വിശ്വാസം ഇന്നുണ്ടോ? ഇന്നത്തെ പുതിയ കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അവർ പള്ളിക്ക് പുറത്താ. അവർക്ക് പാട്ടും കൂത്തും ഡാൻസും സിനിമയും മൊബൈലും ക്രിക്കറ്റും പരിപാടികളും മതി. കാരണം എന്താ? മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല. പ്രിയ അമ്മമാരെ, ശബ്ദം കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. യാന്ത്രികമായി പോകരുത് നമ്മുടെ പ്രാർത്ഥനകൾ. കൺവെൻഷൻ കേന്ദ്രങ്ങൾ കയറിയിറങ്ങി, ധ്യാനങ്ങൾ കയറിയിറങ്ങി നടന്നിട്ട് പ്രയോജനമില്ല. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഓടി നടന്നിട്ട് കാര്യമില്ല. ദിവസവും 10 ജപമാല ഒന്നിച്ച് ചെയ്തിട്ടും കാര്യമില്ല. അകത്ത് വിശ്വാസമുണ്ടോ? വിശ്വാസത്താലാണോ ഞാൻ നയിക്കപ്പെടുന്നത്? ദൈവം എന്നെ നടത്തും. ദൈവത്തിൽ നിന്ന് വന്ന ഞാൻ, ദൈവം എന്നെ നടത്തും. എനിക്കൊരു നിത്യജീവനുണ്ട്. ദൈവത്തിൻ്റെ പരിപാലന തിരിച്ചറിയുന്നൊരു വ്യക്തിയാണോ ഞാൻ? അതുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരപ്പെടുകയുള്ളൂ, പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നമുക്കല്പം കൂടി ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവം നടത്തുന്ന വഴികളെ നമുക്ക് അനുഭവിക്കാം. നമ്മിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് വിശ്വാസം പകരപ്പെടട്ടെ. നമ്മൾ ഇന്നല്ലാതെ വേറെ ആരത് കൊടുക്കും? വേറെ എവിടെ നിന്നത് കിട്ടും? അതുകൊണ്ട് വിശ്വാസം നമ്മുടെ മക്കളിലേക്ക്, തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവരായി മാറക്കാം. നിങ്ങളുടെ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽപ്പൂ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതികളുടെ മേലും, എല്ലാ മാതാപിതാക്കളുടെ മേലും നിന്റെ അത്ഭുത കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ. വിശ്വാസത്തിൻ്റെ വർധനവ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വിശ്വാസങ്ങളെ പരിഹരിച്ച് ഓരോ ദമ്പതികളെയും ഓരോ മാതാപിതാക്കളെയും കർത്താവേ അതിനുവേണ്ടി ഒരുങ്ങുന്നവരെയും വിശ്വാസത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അവിശ്വാസങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിലെ അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുക്തിയും ബുദ്ധിയും തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവ ആശ്രയ ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളിലേക്ക് ദൈവവിശ്വാസം പകർന്നു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകത്തെ നിറയട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ സൂസന്യെ പോലെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും തകർന്നു പോകാതെ, വീണു പോകാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ദൈവഭക്തരായ കുഞ്ഞുങ്ങളായി ഇവരെ ഓരോരുത്തരും മക്കൾ 10,000ങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് ഈ അഭിഷേകം പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. എല്ലാ മക്കളിലേക്കും അഭിഷേകം ഒഴുകട്ടെ. വിശുദ്ധി നിറയട്ടെ. ദൈവാശ്രയം നേരട്ടെ. വചനാഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ ഓരോ കുറ്റങ്ങളും വിശുദ്ധ കുടുംബമായി മാറ്റട്ടെ. പ്രാർത്ഥനക്കട്ടനായി സ്തോത്രം കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബവും തലമുറകളും കുഞ്ഞുങ്ങളും എന്നും ദൈവത്തിനും ദേശത്തിനും ഒരു അനുഗ്രഹമായി മാറട്ടെ. God bless you. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.